എല്ലാ ദിവസവും രാവിലെ PV അൻവർ MLA മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളും രാവിലെ തന്നെ അൻവറുടെ വീട്ടിൽ എത്താറുമുണ്ട്. എല്ലാ ദൃശ്യമാധ്യമങ്ങളും PV അൻവറുടെ വാർത്താ സമ്മേളനം മുഴുവൻ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ലൈവ് കൊടുക്കാറുണ്ട്. എത്ര മണിക്കൂർ വേണമെങ്കിലും PV അൻവറിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തയ്യാറാണ്. വിലയേറിയ എയർ ടൈമാണ് PV അൻവറിന് വേണ്ടി മാറ്റിവെക്കുന്നത് എന്നോർക്കണം. നവകേരള സദസ്സ് നടക്കുന്ന ഘട്ടത്തിൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കാറുണ്ട്. എന്നാൽ ആ വാർത്താ സമ്മേളനം ലൈവ് കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നോർക്കണം. അപ്പോഴാണ് PV അൻവറിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ മാധ്യമങ്ങളുടെ സ്വഭാവം എന്ന് അതിലൂടെ നമുക്ക് വ്യക്തമാകും. അത് പലവട്ടം പറഞ്ഞതാണ് എങ്കിലും പറഞ്ഞു പോവുകയാണ്. PV അൻവർ വാർത്താ സമ്മേളനം നടത്തി രാവിലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് പറഞ്ഞത് KT ജലീലിന് എതിരെയായിരുന്നു. അത് നമുക്ക് കേൾക്കാം. ഇന്നലെ KT ജലീൽ വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം അങ്ങുമായുള്ള സൗഹൃദം തുടരും, പക്ഷേ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് പാർട്ടിക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കും എന്നൊരു നിലപാട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് വരുന്നു താങ്കളുടെ പാർട്ടിക്കെതിരെ പ്രചാരണത്തിന് ഇറങ്ങുന്നു? അല്ല, ഞാനതില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജലീൽ MLA കുറ്റം പറയാൻ ഞാൻ ആളില്ല. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ, ജനങ്ങളുടെ കാലിൽ, എൻ്റെ കാല് ജനങ്ങളുടെ കാലിൽ കയറ്റി വെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തീരുമാനത്തിലുണ്ടാവും. PV അൻവറുടെ ആരോപണം KT ജലീലിനെതിരെ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്ത ആളാണ് KT ജലീൽ എന്നാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്ത ആളാണോ KT ജലീൽ? KT ജലീൽ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്ന ഘട്ടത്തിൽ PV അൻവർ പറയുന്നത് KT ജലീൽ എന്ന നേതാവ് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്ത ആളാണ് എന്ന്. KT ജലീലിനെ അറിയുന്നവരാരും അങ്ങനെ പറയില്ല. KT ജലീൽ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു വന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, കുഞ്ഞാലിക്കുട്ടി സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലത്തിൽ 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിന് വളരെ എളുപ്പത്തിൽ മുസ്ലിം ലീഗ് ജയിച്ചു വരുന്ന മണ്ഡലം, കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം. ആ മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ് KT ജലീൽ. അതിനുശേഷം അദ്ദേഹം 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, 3ലും ജയിച്ചു. അങ്ങനെ 4 തവണ MLA ആയി, 1 തവണ മന്ത്രിയായി. സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണോ KT ജലീൽ ഇത്രയും ശോഭിച്ചത്? ഇത്രയും നാൾ സംസ്ഥാന മന്ത്രിയായി നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചത്, കഴിഞ്ഞ മന്ത്രിസഭയിലെ നല്ല മന്ത്രി, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച മന്ത്രി എന്ന പേര് കേട്ടത്? ഈ ചോദ്യങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷെ PV അൻവറിന് എതിരെ നിലപാടെടുത്തോടുകൂടി PV അൻവർ KT ജലീലിനെ ശത്രുവായി പ്രഖ്യാപിച്ചു എന്നർത്ഥം. ഇതിന് KT ജലീൽ ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. ചുട്ട മറുപടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അതിങ്ങനെയാണ്: മിസ്റ്റർ PV അൻവർ, ആരാൻ്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് എനിക്കില്ല. KT ജലീൽ ഒരാളുടെയും കാലിലല്ല നിൽക്കുന്നത്, എന്നും സ്വന്തം കാലിലേ നിന്നിട്ടുള്ളൂ. 2006 തെരഞ്ഞെടുപ്പ് കാലത്ത് അതിസമ്പന്നനായ മഞ്ഞളാംകുഴി അലി എൻ്റെ തൊട്ടടുത്ത മണ്ഡലമായ മങ്കടയിലാണ് മത്സരിച്ചത്. ഒരു വാൾ പോസ്റ്റർ പോലും അദ്ദേഹത്തോട് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. 2016 അബ്ദുറഹ്മാനും അൻവറും മത്സരിച്ച ഘട്ടത്തിലും ഒരു സാമ്പത്തിക സഹായം അവരോടും അഭ്യർത്ഥിച്ചിട്ടില്ല. അബ്ദുറഹ്മാനും അൻവറും ലോക്സഭയിലേക്ക് പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച ഘട്ടങ്ങളിൽ നിരവധി പൊതുയോഗങ്ങളിൽ ഞാൻ തൊണ്ടകീറി പ്രസംഗിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലും സ്ഥാനാർത്ഥികളിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ നിന്നോ ഒരു കാറിന് എണ്ണയടിക്കാനോ വഴിച്ചെലവിനോ 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. സ്വന്തം കീശയിൽ നിന്ന് ഇല്ലാത്ത കാശെടുത്താണ് യോഗസ്ഥലങ്ങളിൽ ഓടിയെത്തിയത്. ഒരു പ്രമാണിയുടെയും ഊരന്മേൽ ഇന്നോളം ജയിലിൽ കൂരകെട്ടി താമസിച്ചിട്ടില്ല. സ്വന്തം കുടുംബസ്വത്ത് പോലും വേണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഒരാൾക്ക് ആരെ പേടിക്കാൻ? ഇനിയൊരു തെരഞ്ഞെടുപ്പ് അംഗത്തിനില്ലെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ ഒരാൾക്ക് നിൽക്കാൻ അവരെൻ്റെ കാലുകൾ എന്തിന്? ലീഗിലായിരുന്ന കാലത്ത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ പേടിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഇപ്പോൾ പിണറായി വിജയനെ പൃഥുതുല്യനായി കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നു. മരണം വരെ അങ്ങനെ തന്നെയാകും.
അത് ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. വമ്പന്മാരായ 4 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൊമ്പുകുലുക്കി വേട്ടക്കിറങ്ങി പരിശോധിച്ചിട്ടും എൻ്റെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. മേൽപോട്ട് നോക്കിയാൽ ആകാശവും കീഴ്പോട്ട് നോക്കിയാൽ ഭൂമിയും മാത്രമുള്ള എനിക്ക് പടച്ച തമ്പുരാനെയും എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയുമല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തവർക്കല്ലേ നാട്ടുകാരെ പോലും പേടിക്കേണ്ടതുള്ളൂ. താങ്കൾ ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു. PV അൻവറിനോടാണ്. താങ്കൾ ശരിയെന്ന് തോന്നിയത് PV അൻവർ, താങ്കൾ ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു. എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പിറകിലുള്ളൂ. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യത, മറിച്ചാണെങ്കിൽ അങ്ങനെ. അതാണ് പറയുന്നത്. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യത, മാന്യമായി പെരുമാറും. ഇന്നലെ വരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ KT ജലീൽ എന്ന് ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. മറിച്ചാണെങ്കിലോ അങ്ങനെ തന്നെയാകും. മാന്യതയില്ലാത്ത പെരുമാറ്റമാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അതേപോലെ തിരിച്ചടിക്കും എന്ന് പറയുകയാണ് KT ജലീൽ ചെയ്യുന്നത്. PV അൻവറിന് കൊടുത്ത കനത്ത തിരിച്ചടി, കലക്കൻ മറുപടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് മിസ്റ്റർ PV അൻവർ ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് എനിക്കില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ഇടത്തു നിന്ന് പുറകോട്ട് നോക്കി എണ്ണി എണ്ണി പറയുകയാണ്, ഒരു കാലിലും ഞാൻ ചാരി നിന്നിട്ടില്ല, എൻ്റെ കാലിലേ ഞാൻ നിന്നിട്ടുള്ളൂ, ഒരുത്തൻ്റെ മണിലും ഞാൻ കൂര കെട്ടാൻ പോയിട്ടില്ല, ഒരു പോസ്റ്ററിന് വേണ്ടി ഒരാളോടും ചോദിക്കാൻ പോയിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. പിണറായി വിജയനെ പ്രതിതുല്യനായിട്ടാണ് കാണുന്നത്. അത് ഇനിയും തുടരും. അത് ഭയം കൊണ്ടല്ല, അത് സ്നേഹം കൊണ്ടാണ് എന്ന് പറയുന്നു. മാന്യമായി പെരുമാറിയാൽ മാന്യമായി തിരിച്ചും പെരുമാറും. ഇല്ലെങ്കിൽ അമാന്യമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ, മാന്യതയില്ലാതെയാണ് പെരുമാറുന്നതെങ്കിൽ അതേപോലെ തിരിച്ചു കിട്ടും എന്നും പറയുന്നു KT ജലീൽ. KT ജലീലും PV അൻവറും നല്ല സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ വാർത്ത വന്നിരുന്നു. ഇതിനേക്കാളും വലിയ തിരിച്ചടി മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് PV അൻവറിന് വേറെ കിട്ടാനില്ല.